തുറന്നു തരാം. സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. അലയരുതേ ഉലയരുതേ, ദിശയറിയാതുഴലരുതേ. മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം. സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. കാറ്റടിക്കും കടലിളകും, ഭയമരുതേ പതരരുതേ. തോണി തന്ന മരത്ത് മയങ്ങുന്നവൻ യേശുവല്ലേ വിളിച്ചുണർത്താം. കാറ്റും കടലും അവൻ തടുക്കും, ദ്യോവിൻ തീരെ അവൻ അണയ്ക്കും. കാറ്റും കടലും അവൻ തടുക്കും, ദ്യോവിൻ തീരെ അവൻ അണയ്ക്കും. ദ്യോവിൻ തീരെ അവൻ അണയ്ക്കും. മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം. സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അപ്പോൾ ജഡത്തിന് കടക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജഡത്തെ അനുസരിച്ച് ജീവിക്കും. എന്നാൽ ജഡത്തെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. എങ്ങനെ മരിക്കും? സ്വർഗത്തിൽ പോവുകയല്ല, ആത്മാവ് സംബന്ധിച്ച് പാപത്തിന് അഡിക്റ്റായിട്ട് മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവുകയല്ലെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ, അപ്പോൾ ജഡത്തെ അനുസരിക്കുക. ജഡം പറയുക, അവനോട് പിണങ്ങി തന്നെ ഇരുന്നാ മതി. വിട്ടുവീഴ്ച ഒന്നും ചെയ്യണ്ട, നീ ക്ഷമിക്കണ്ട. നീ അങ്ങനെ ഇരുന്നേച്ചാ മതി. ഹല്ലേലൂയ. നീ ഒരു വായ ചെന്നിരുന്ന് ആലോചിച്ചു, നീ അങ്ങേയറ്റത്തും അവൻ അങ്ങേയറ്റത്തും ഇരുന്നാ മതി. ഹല്ലേലൂയ. കൈ കൊടുക്കണ്ട, സ്തോത്രം പറയണ്ട, വിശുദ്ധ ചുംബനം ചെയ്യണ്ട. നീ ഒരാളോടല്ലേ പിണങ്ങിയിരിക്കുന്നു, ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം നിന്നെ സ്നേഹിക്കുന്നില്ലേ? ഹല്ലേലൂയ. ബാക്കിയുള്ളവരെല്ലാം നിന്റെ സഹോദരങ്ങളല്ലേ? ഇന്ന് ഈ കാര്യമാക്കുകയേ വേണ്ട എന്ന് പറയുന്നെങ്കിൽ ഇത് ജനമ പറയുന്നത്. ഈ ജനം പറയുന്ന ഈ വാക്കിനെ നമ്മൾ അംഗീകരിച്ച് അതിന് വിധേയപ്പെടുന്നെങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവര് എന്ത് സംഭവിക്കും? മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കോ. ആത്മാവിനാൽ ജഡം പറയുക നീ മിണ്ടണ്ടെന്ന് പറയുമ്പോൾ ആത്മാവ് പറയും നീ സ്വർഗത്തിൽ പോവുകയല്ല കുഞ്ഞെ, നീ മിണ്ട്. ഹല്ലേലൂയ. നീ അല്ലെ അകന്നിരിക്കാൻ പറയുമ്പോൾ അല്ലെ കുഞ്ഞെ, അല്ലെ നീ അടുത്തിരിക്കുക, നീ അവന്റെ അടുത്ത് എന്നിരിക്കുക. ഹല്ലേലൂയ. അവന് കൈ കൊടുക്ക്, അവൾക്ക് കൈ കൊടുക്ക്, അവളെ സ്നേഹിക്ക എന്ന് പറയുന്ന ഒരാത്മാവിന്റെ വ്യാപാരം നിന്നിലുണ്ടെങ്കിൽ നീ ജീവിക്കോ. അതാണ് അവിടെ പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അപ്പോൾ ഹല്ലേലൂയ, കഴിഞ്ഞ ആഴ്ചയില് അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തില് ഏറിയ നാടുകളായി ഒരുപക്ഷെ പിണങ്ങിയിരിക്കുകയല്ലേ? നീ മിണ്ടാൻ ചെന്നാൽ
നീ സംസാരിക്കാൻ ചെന്നാൽ അത് നിനക്കൊരു കുറച്ചിലല്ലേ? ജഡം പറയും. എന്നാൽ ആത്മാവ് പറയുന്നത് എന്താണെന്നറിയാമോ? ആ ജഡത്തിന്റെ ചിന്തയെ മരിപ്പിക്കുക. നിനക്ക് നിത്യജീവനിൽ പോകേണ്ടതാ, സ്വർഗത്തിൽ പോകേണ്ടതാ, നിത്യരാജ്യത്തിൽ ചെന്നെത്തേണ്ടതാ. ഇത് നിസ്സാര കളിയല്ല. അതുകൊണ്ട് നീ അവരോട് വിട്ട്, അവരോട് ചേർന്നിരിക്കുക, അവന് കൈ കൊടുക്കുക, അവൾക്ക് കൈ കൊടുക്കുക, അവളെ യഥാർത്ഥമായി സ്നേഹിക്കുക. ഇതാണ് ആത്മാവ് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് പറയുന്നതിനനുസരിച്ച് ശരീരത്തെ നമ്മൾ മരിപ്പിക്കുകയാണ്. ശരീരത്തെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജഡത്തിന്റെ ചിന്തയെ അവിടെ ഈ ജഡമേ, നീ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ എന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നതാ. ഞാൻ അതിനെ അനുസരിക്കും. എനിക്ക് നിത്യജീവനാ വരുന്നത്, നിത്യരാജ്യമാ വരുന്നത്. സ്വർഗത്തിൽ എനിക്ക് പോകണം, സ്വർഗത്തിൽ എനിക്ക് ജീവിക്കണം. സ്വർഗസ്ഥ പിതാവിന്റെ സന്നിധിയിൽ അരുമക്കാത്തയായി അവനോട് ചേർന്ന് എനിക്ക് വാഴണം. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ ഞാൻ കൽപ്പിക്കുകയാണ്. നീ അവിടെ അടങ്ങിയിരിക്കുക. ഞാൻ അതിനെ മരിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ജഡത്തിന്റെ ചിന്തയോട് പറയണം, നീ അവിടെ അടങ്ങിയിരിക്കുക. എന്നിൽ വരുന്ന ദുഷ്ട ചിന്തകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ശാസിക്കാമെന്ന് പറയണം. ഒരു മനുഷ്യനാണ് രണ്ട് വശമുണ്ട് കേട്ടോ. ഈ രണ്ട് ചിന്തയും നമ്മൾ ഇങ്ങനെ ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈ രണ്ട് ചിന്ത, നന്മയും തിന്മയും, ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെയും മരണം വരെയും നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്ത നന്മയും തിന്മയും കാണും. പക്ഷേ തിന്മയെ മരിപ്പിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ അല്ല. തിന്മയെ അനുസരിച്ച് തിന്മ ചെയ്തുകൊണ്ട് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ മരിപ്പിക്കുന്നവർ നിങ്ങൾ മരിക്കും നിശ്ചയം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാവേ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാ പ്രാപിച്ചത്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ, നിത്യജീവനെ പ്രാപിക്കാൻ, സ്വർഗവാസികളായി ജീവിപ്പാൻ, നിത്യത കാംക്ഷിയായി തീരാൻ, ജഡത്തെ ജയിക്കാൻ നമുക്കിടയായി തീരണം. അതുകൊണ്ട് ജഡിക ചിന്തകളെ ജയിച്ച് മുന്നേറത്തക്കവണ്ണം കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ലോകത്തിൽ നമുക്കൊരൊറ്റ ആശ്രയമേ ഉള്ളൂ, അത് കർത്താവിന്റെ സാന്നിധ്യമാണ്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ ആദ്യം മരിക്കും നിശ്ചയം. അതുകൊണ്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി തന്ന ആ ദൈവ സ്നേഹത്തിന് മുൻപിൽ നമ്മെ സ്നേഹിച്ചവരെന്ന് പറയുമ്പോൾ തന്നെ ആ സ്നേഹത്തിന്റെ അഗാധത്വം മനസ്സിലാക്കാൻ കഴിയും. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതനും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്ന് പറയത്തക്കവണ്ണം അവൻ തന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, ജീവനെ നൽകിയുള്ള വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി നൽകി തന്നു. അങ്ങനെയെങ്കിൽ യേശു തന്റെ ജീവനെ നൽകി നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ അത്രമേൽ നമ്മെ സ്നേഹിച്ചെങ്കിൽ നമ്മൾ ജീവനെ ഒന്നും വെടിയേണ്ടി വരുന്നില്ല. നമ്മൾ ഉപദ്രവിക്കപ്പെടുന്നെങ്കിലും നമ്മുടെ ജീവനെ തകർക്കേണ്ടി വരുന്നില്ല, നശിപ്പിക്കേണ്ടി വരുന്നില്ല. നിത്യജീവന് വേണ്ടി ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു മനസ്സ്, ജനത്തെ ജയിക്കാനുള്ള ഒരു മനസ്സ്, ആത്മാവിൽ ജീവിക്കപ്പെടാൻ, നിത്യജീവൻ അംശയായി തീരാൻ, കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം ഏവരെയും